ഇപ്പൊ ടോം കാണിച്ച ആ ചെറ്റത്തരം കാരണം ഇവിടെ യാൻഷിങ് ഇപ്പൊ സിയാനോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകും. പക്ഷെ ഇവളാണ് അവനെ സഹായിക്കാനല്ലേ വിചാരിച്ചുള്ളു ഇവനെന്നെ ദേഷ്യപ്പെട്ട് പോകുന്നതെന്ന് പറഞ്ഞ് ഇവൾക്കൊന്നും തന്നെ മനസ്സിലാവത്തില്ല. അങ്ങനെ അടുത്ത ദിവസം ഇപ്പോ ഇവർക്കും കോളേജ് വെക്കേഷൻ കൊടുക്കുമ്പോഴാണ് സിയാന്റെ കൂട്ടുകാരിയും ഇവൾ എവിടെയൊക്കെ വെക്കേഷന് പോകുന്ന ചോദിക്കും. അപ്പോഴാണ് സിയാനും അവളുടെ അമ്മുമ്മയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് പോകാൻ പറയും. ഇതേ സമയം ഇവിടെ യാൻഷാങ് സംഘടിച്ചിരിക്കുന്നുണ്ട്. ലിങ് ആണ് യുവാനോട് ചെന്ന് ഇവന്റെ ഗേൾഫ്രണ്ടിന്റെ റൂംമേറ്റ്സ് ഒക്കെ വെക്കേഷൻ എവിടെ പോകാൻ ചുമ്മാ ചോദിക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് യുവാനും സിയാന്റെ റൂംമേറ്റിന്റെ കാര്യം പറയുന്നത്. അതുകൊണ്ട് ഇവന്മാരാണ് അവളെ കാര്യം ചോദിച്ചിറമണ്ട, സിയാനില്ലേ അവളെവിടെ പോന്ന് എന്ന് ഇവന്മാരും ചോദിച്ച് യാൻഷങ്ങിന് വേണ്ടി പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവളുടെ അമ്മൂമ്മയുടെ വീട്ടിൽ പോകുന്ന കാര്യം ഇവൻ അറിയാൻ വരും. അങ്ങനെ അതിനുശേഷം അവൾ ഇവിടെ സന്തോഷത്തി അവളുടെ അമ്മൂമ്മയെ കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവൾക്കാണ് ഒരു പാർസൽ വരും യാൻഷങ്ങിന്റെ പേരിരുന്ന്. അതുകൊണ്ട് അവളും യാൻഷങ് എന്തിനാ പാർസൽ കഴിച്ചെന്നറിഞ്ഞ് അവളെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴാണ് ഇവൾക്ക് മനസ്സിലാവുന്ന ഇവളുടെ അമ്മൂമ്മയ്ക്ക് വേണ്ടി അയച്ച ഗുളികയാണ് അതൊക്കെ. അതുകൊണ്ട് അവൾക്ക് പിടികിട്ടി ഇവളുടെ അമ്മൂമ്മയ്ക്ക് ഹാർട്ട് ഫെയിലിയർ ഉണ്ടെന്ന്. അങ്ങനെ ആ കാര്യം അവൾ അമ്മൂമ്മയോട് വയ്ക്കുമ്പോഴാണ് അമ്മൂമ്മ ഇവള് വിഷമിക്കണമെന്ന് പറഞ്ഞ ഈ സത്യം ഇവളോട് പറയാത്തെന്ന് പറയും. അതിനുശേഷം അവൾ വിഷമിച്ചിരിക്കുമ്പോൾ അമ്മൂമ്മ ഇതൊന്നും വലിയ കാര്യമില്ലെന്ന് പറഞ്ഞ് ഇത് പെട്ടെന്ന് തന്നെ ഗുണപ്പെടുത്തുള്ളതെന്ന് പറയും. പക്ഷെ അവളാണ് എങ്കിൽ പിന്നെ യാൻഷിങ്ങിന് ഈ കാര്യം മുമ്പേ അറിയായിരുന്നെങ്കിൽ അവൻ എന്താ എന്നോട് പറയാത്തെന്ന് പറഞ്ഞ് അവനോട് ദേഷ്യപ്പെടുമ്പം ഇവള് ഞാനാ പാവം ചെറുക്കനോട് പറയാതിരിക്കാൻ വേണ്ടി പറഞ്ഞെന്ന് പറഞ്ഞ് ഇവൾ കഴിക്കാൻ വേണ്ടി ഫുഡൊക്കെ റെഡിയാക്കാൻ പോകും. അതിനുശേഷം അവളും ഇനി തൊട്ട് അമ്മൂമ്മ ഞാൻ സഹായിക്കാന്ന് പറഞ്ഞ് അവരുടെ പുറകെ തന്നെ ചെല്ലും. എന്നിട്ട് അമ്മൂമ്മ അറിയാതെ ഇവളും ആശുപത്രി ചെന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് ഇവളുടെ അമ്മൂമ്മയുടെ അവസ്ഥ കുറച്ച് ക്രിട്ടിക്കലാന്ന് മനസ്സിലാകും. അങ്ങനെ അതുകൊണ്ട് ട്രീറ്റ്മെന്റ് കുറെ പൈസ ആകുമ്പോഴാണ് ഇവൾ എങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ആ വിഷമത്തിൽ അവൾ ഇരിക്കുമ്പോഴാണ് ഇവളുടെ കൂട്ടുകാരി ഫോൺ വിളിച്ച് ഞാനിപ്പോ വാട്ടർഫാളിൽ വന്നേക്കോ ചെയ്യാന്ന് പറഞ്ഞ് അവൾ സന്തോഷത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ഇവൾ എന്തെയാന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവളും കരച്ചിലെല്ലാം അടക്കി വെച്ചോണ്ട് അവളുടെ അമ്മൂമ്മയായിട്ട് ചുമ്മാ വീട്ടിൽ ടൈം പാസ് ചെയ്തോണ്ടിരിക്കാന്ന് പറയും. പക്ഷെ സിയാന്റെ സംസാരം കേട്ട് അവൾക്ക് എന്തോ ഡൗട്ട് വരുമ്പോഴാണ് സിയാന് റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് നിനക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യും. അതിനുശേഷം വീട്ടിലേക്ക് വരുന്ന ഇവളോട് അമ്മമ്മയും യാൻഷങ് മരുന്നൊക്കെ വാങ്ങിച്ച് സഹായിച്ചു കൊടുത്തോണ്ട് അവൻ ചെയ്ത സഹായത്തിന് തിരിച്ച് എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് പറഞ്ഞ് ഇവരുണ്ടാക്കി വെച്ച സ്നാക്സ് ഒക്കെ പോകുമ്പോൾ അവന് വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി പറയും. അങ്ങനെ അതുകൊണ്ട് അവൾ സന്തോഷത്തി എങ്കിൽ പിന്നെ ഞാൻ ഇപ്പൊ തന്നെ കോളേജിൽ പോകാം അമ്മൂമ്മയെന്ന് പറഞ്ഞിട്ട് ഇവരോട് അനുവാദം ചോദിക്കും. കാരണം അമ്മൂമ്മയുടെ ട്രീറ്റ്മെന്റ് പൈസ ഉണ്ടാക്കാനുണ്ട്. അങ്ങനെ അതുകൊണ്ട് അവൾ അവിടെ പോയി ജോലി ചെയ്യാൻ തീരുമാനിച്ചേക്കുന്നത്. ഇതറിയാതെ അമ്മൂമ്മയും ഇവൾക്ക് വേറെ എന്തെങ്കിലും പഠിക്കാൻ കാണുമെന്ന് പറഞ്ഞ് അവളെ പോകാൻ സമ്മതിക്കും. അങ്ങനെ ഇവളും താമസിക്കാൻ ഹോസ്റ്റലിൽ നോക്കുമ്പോൾ അവിടുത്തെ വാർഡനും ഇവള് മുമ്പേ പറയാത്തോണ്ട് ഇവിടെ താമസിക്കാൻ അനുവദിക്കത്തില്ലെന്ന് പറയും. അതുകൊണ്ട് അവൾ ഇനി എവിടെ പോകുന്ന ആലോചിച്ചോണ്ട് പുറത്തേക്ക് ചെല്ലും. ഇതേ സമയം ഇവിടെ വെക്കേഷൻ സമയത്തൊക്കെ യാൻഷങ്ങും ടോങ്ങും കൂടെ പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ സഹായിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവിടെയൊക്കെ താമസിച്ചിരുന്ന സിയും അവൻ സ്ഥലത്തില്ലാത്തതുകൊണ്ട് അവന് സഹായിക്കാൻ വരാൻ പറ്റത്തെന്ന് പറയും. പക്ഷെ ഇവിടെ ടോങ് സന്തോഷത്തില്ല ഇവളുടെ കൂടെ യാൻഷങ് ഉള്ളതുണ്ട്. അതുകൊണ്ട് ഷീ ഇല്ലാത്തെന്ന് അവൾ വലിയൊരു മൈൻഡ് ചെയ്യത്തില്ല. ഇതേ സമയം യാൻഷങ്ങും അവന്റെ കൂട്ടുകാരെ ഷീക്ക് അവൾ ഇഷ്ടമായതുകൊണ്ട് അവൻ ഇടയ്ക്ക് നിൽക്കാതെ ഞാൻ പോവാന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനെ ശിവരണ്ട് സംസാരിച്ചുകൊണ്ട് പുറത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഇവിടെ അവൾ ഒട്ടും സന്തോഷമില്ലാതെ ഇവന്റെ കൂടെ വന്നുകൊണ്ടിരിക്കും. അത് മനസ്സിലാക്കുന്ന അവനും കുറച്ച് സങ്കടത്തോടെ ഇവൾക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണം ചോദിക്കുമ്പോൾ അവൾ എന്തായാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് മൂഡ് ഔട്ടായിട്ടിരിക്കും. കാരണം യാൻഷിങ് ഇവിടെ നിന്ന് പോയതുകൊണ്ട്. അപ്പോഴാണ് ഇവരും പോകുന്നിടയ്ക്ക് വെച്ച് റോഡിൽ ഒറ്റയ്ക്കിരിക്കുന്ന സിയാനെ കാണുന്നത്. അങ്ങനെ അതുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ സിയാൻ എന്ത് ഇവിടെ നിന്ന് പണിയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവളുടെ വെക്കേഷനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവളും കുറച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടി തിരിച്ചിങ്ങോട്ടേക്ക് വന്നേന്ന് പറയും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കുന്ന ടോങ്ങും നിനക്ക് വേണം ഞങ്ങൾ ലിഫ്റ്റ് തരാന്ന് പറഞ്ഞ് അവൾ ചുമ്മാ സ്നേഹം കാണിക്കുന്ന ആക്ട് ചെയ്യുമ്പോൾ ഇവളതൊന്നും കുഴപ്പമില്ല ഞാൻ നടന്നു പോയിക്കോളാം എന്ന് പറയും. പക്ഷെ ഇവളോട് സംസാരിച്ചിട്ട് ഷീ വണ്ടി എടുക്കാൻ നോക്കുമ്പോഴാണ് അവന്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി പോകും. അതിനുശേഷം ഇത് മനസ്സിലാക്കുന്ന അവളാണ് എങ്കിൽ പിന്നെ ഞാൻ വല്ല സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ ഇവന്റെ വണ്ടി എക്സ്ട്രാ ബാറ്ററി ഉണ്ടെന്ന് പറഞ്ഞ് ആ വണ്ടി കുറച്ച് ചാർജ് കൊടുക്കും. അപ്പോഴാണ് ഇത് കണ്ട് ഇവരുടെ ഷോക്കായി സിയാൻ അറിയാത്ത ഒരു പണിയില്ലെന്ന് പറഞ്ഞിട്ട് അവളെ കുറിച്ച് കുറെ പൊക്കി പറയും. അതിനുശേഷം അവളും എന്തായാലും ഞാൻ ടെമ്പററി ആയിട്ട് ചാർജ് കൊടുത്തോളൂ ഇത് മിക്കവാറും കുറച്ചുവരെ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് ഇപ്പൊ തന്നെ അടുത്തുള്ള ഏതെങ്കിലും ഷോറൂമിൽ ചെന്ന് കാണിക്കാൻ വേണ്ടി പറയും. അങ്ങനെ അതിനുശേഷം അവനെങ്കിൽ പിന്നെ നീയും കൂടെ വന്നോന്ന് പറഞ്ഞിട്ട് ഇനി പോകുന്ന വഴിക്ക് വെച്ചാൽ വണ്ടി ഓഫാണ് ഇവളെ സഹായത്തിന് വിളിക്കും. അങ്ങനെ അവിടെ വെച്ച് സിയാനും ഇവിടെ കുറച്ച് ജോബ് വേക്കൻസി ഉള്ളതുണ്ട് ഇവിടെ ജോലി ചെയ്യാന്ന് പറഞ്ഞ് അവൾ തീരുമാനിക്കും. പക്ഷെ അവിടുത്തെ ഓണറാണ് ഇവിടെ പെമ്പിള്ളാർക്കൊന്നും ജോലി ഇല്ലെന്ന് പറഞ്ഞ് അവളെ പറഞ്ഞിടാൻ വേണ്ടി നോക്കും. അങ്ങനെ സിയാൻ എത്ര ചോദിച്ചു നോക്കിയാലും ആ ഓണർ പറ്റത്തില്ലെന്ന് പറയുമ്പോഴാണ് ഇത് കാണുന്ന ഷിയും നിനക്ക് തീർച്ചയായിട്ടും ഇവിടെ തന്നെ ജോലി ചെയ്യണമെന്ന് പറഞ്ഞ് അവളോട് ചോദിക്കും. പക്ഷെ ഇവിടുത്തെ ശമ്പളം കൂടുതലായതുകൊണ്ട് അവൾ ഇത് തന്നെ മതി എന്ന് പറയും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കുന്ന ടോങ്ങും ഇവൾ ഇവിടെ തന്നെ നിർത്താന്ന് പറഞ്ഞിട്ട് ഇവളാ ഞങ്ങളുടെ കാറൊക്കെ ശരിയാക്കിയെന്ന് പറഞ്ഞ് ഇവളും കൂടെ കുറെ റെക്കമെൻഡ് ചെയ്യും. അങ്ങനെ അതുകൊണ്ട് ആ ഓണറും എങ്കിൽ പിന്നെ നീ ഇവിടെ സെറ്റിൽ ആയിക്കാന്ന് പറഞ്ഞിട്ട് അവൾക്ക് താമസിക്കാൻ റൂമും കൊടുക്കും. പക്ഷെ ഇത് ഷീക്ക് ശരിയായിട്ട് തോന്നത്തില്ല കാരണം ആകെ ഇവള് മാത്രമേ ഉള്ളൂ പെങ്കൊച്ചായിട്ട്. അതുകൊണ്ട് അവനും ഇവള് യാൻഷങ് എന്താ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി അന്ന് രാത്രി യാൻഷങ്ങിനോട് അടുത്ത ദിവസം ഇവന്റെ കാർ ഷോറൂമിൽ ചെന്ന് എടുക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് യാൻഷങ്ങും അതെന്ത് ഇവന് പോയിക്കോടെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഷീ അവന് കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞ് നാളെ ഇവന് പകരം വണ്ടി എടുക്കാൻ വേണ്ടി പറയും. കാരണം എന്നാലേ സിയാൻ ജോലി ചെയ്യുന്ന കാര്യം ഇവന് അറിയത്തുള്ളന്ന്. അങ്ങനെ അതേപോലെ അടുത്ത ദിവസം ഇവന് വണ്ടി എടുക്കാൻ പോകുമ്പോഴാണ് അവിടെ സിയാൻ ജോലി ചെയ്യുന്നിട്ട് നീ എന്ത്
ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവനടുത്തേക്ക് ചെല്ലും. അതിനുശേഷം അവളും പാർട്ട് ടൈം ആയിട്ട് ഞാൻ ഇവിടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞ് അവനോട് ആ കാര്യം പറയുമ്പം ഇവൻ അവിടെ കുറെ ആണുങ്ങൾക്ക് ഡ്രസ്സ് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവൾക്ക് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കണ അവൻ തന്നെ ഒരു ജോലി തരാന്ന് പറയും. പക്ഷെ അവൾ അതൊന്നും കുഴപ്പമില്ല, എനിക്ക് ഈ ജോലി ഇഷ്ടമെന്ന് പറഞ്ഞ് അവളെ ചെയ്തോണ്ടിരിക്കും. അതുകൊണ്ട് ഇവനൊന്നും ചെയ്യാൻ പറ്റാതെ എങ്കിൽ പിന്നെ നിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. പക്ഷെ യാൻഷൻ അങ്ങനെ വെറുതെ ഇവൾ ഒറ്റയ്ക്കാക്കിയിട്ടൊന്നും പോകത്തില്ല. അതുകൊണ്ട് അവന് വണ്ടി എടുത്ത് അവിടെ നിന്ന് പോയിട്ട് തൽക്കാലം ഇവന്റെ ആന്റിയുടെ വീട്ടിൽ അവിടെ ആരും താമസിക്കാത്തോണ്ട് ആ സ്ഥലം ക്ലീൻ ചെയ്യുന്ന പോലെ ഇവൾക്ക് പൈസ കൊടുക്കാൻ അവൻ തീരുമാനിക്കും. അതുകൊണ്ട് അടുത്ത ദിവസം അവനും ഒരു കോൺട്രാക്ട് ആയിട്ട് അവളെ കണ്ട് ഇവൾ അവന്റെ ആന്റിയുടെ വീട് മൊത്തം ക്ലീൻ ചെയ്യാണ്. അവൻ ഇതിനേക്കാളും കുറെ പൈസ തരാന്ന് പറയും. പക്ഷെ ഇത് കേട്ട് അവളും ഇവന്റെ പൈസ ആയിരിക്കും തരാമോന്ന് പറഞ്ഞ് അവള് വേണ്ടെന്ന് വെക്കും. അപ്പോഴാണ് അവനും എന്തായാലും അത് ആലോചിച്ചിട്ട് മതി പറഞ്ഞിട്ട് ഫോഴ്സ് ചെയ്ത് ആ കോൺട്രാക്ട് എടുത്തിട്ട് അവിടെ നിന്ന് പോകും. എന്നിട്ട് അവൾ എന്തായാലും ഞാൻ ഈ പണിക്കൊന്നും പോകത്തില്ലെന്ന് പറഞ്ഞ് അവൾ അവിടെ തുണിയെ കഴിക്കൊണ്ടിരിക്കുമ്പോഴാണ് അപ്പുറത്തെ റൂമിൽ ഒരുത്തനാണ് എനിക്ക് കുളിക്കാൻ ഷാമ്പു കിട്ടോ സിയാന്ന് പറഞ്ഞ് അവന് ഷർട്ടില്ലാതെ നിൽക്കും. അങ്ങനെ അതുകൊണ്ട് ഇവളാണ് ഇവന്മാർ ഷർട്ടില്ലാതെ ഇങ്ങനെയൊക്കെ വരാമെന്ന് പറഞ്ഞിട്ട് അവൾക്ക് കുറെ പേടിയാകും. പിന്നീട് അവനാണ് ഇവിടെ വേറെ റൂമൊന്നും ഫ്രീ ഇല്ലാത്തോണ്ട് ഇന്ന് രാത്രി 2 പയ്യന്മാര് ഇവളുടെ റൂമിലെ താമസിക്കാൻ പോകുന്നതെന്ന് അറിയും. അങ്ങനെ അതുകൊണ്ട് ബെഡൊക്കെ റെഡി ആക്കാന്ന് പറഞ്ഞ് അവൻ മൊത്തം ഞങ്ങൾ പേടിപ്പിച്ചിടും. അതുകൊണ്ട് അടുത്ത സെക്കൻഡ് തന്നെ ചെയ്യാനും ഇനി ഇവിടെ നിൽക്കുന്ന സേഫ് അല്ലെന്ന് പറഞ്ഞ് അവന്റെ കോൺട്രാക്ട് അങ്ങ് സൈൻ ഇടാൻ തീരുമാനിക്കും. അങ്ങനെ അതിനുശേഷം അവളും സൈൻ ഇട്ടെന്ന് പറഞ്ഞവന് മെസ്സേജ് അയക്കുമ്പോഴാണ് ഇവിടെ ഇവളെ പേടിപ്പിച്ച ആ വ്യക്തിയാണ് നേരെ യാൻഷനെ കാണാമെന്ന് ഇതേപോലെ വേറെല്ലാം പണി എന്നെ ചെയ്യിപ്പിക്കുകയാണ്, എന്നെ ധൈര്യമായിട്ട് വിളിച്ച സാറെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകും. കാരണം ഇത് യാൻഷൻ ചെയ്ത പരിപാടിയാണ്. അതിനുശേഷം അവൻ അവളെ വിളിച്ചോണ്ട് അവന്റെ ആന്റിയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പം ഇവൾ ഇവന്റെ ആന്റിയെ അറിഞ്ഞിട്ടാണ് ഇപ്പൊ ഇവിടേക്ക് വിളിച്ചോണ്ടെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും സാധാരണ ആൾക്കാരെ വിളിച്ച് ഇവിടെ ക്ലീൻ ചെയ്യിപ്പിക്കുന്ന, അതുകൊണ്ട് അവർക്ക് വരെ ഇപ്പൊ ഇവളെ വിളിച്ച് ക്ലീൻ ചെയ്യിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് ഇവളെ ഈ വീട് ഫുൾ വൃത്തിയാക്കി വെക്കാൻ വേണ്ടി പറയും. അതിനുശേഷം ഇവൾക്ക് ഈ വീട്ടിൽ തന്നെ താമസിക്കാന്ന് പറഞ്ഞ ഉടനെ അവൾ സന്തോഷത്തി പൈസയും കിട്ടും, ഫ്രീ ആയിട്ട് താമസിക്കാന്ന് പറഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കും. അതിനുശേഷം അമ്മൂമ്മ ഇവന് വേണ്ടി തന്ന ആ സ്നാക്സ് ഒക്കെ എടുത്ത് കൊടുക്കുമ്പം അവന് നോക്കുമ്പോൾ അത് മീറ്റ് ആയിരിക്കും. അങ്ങനെ അതുകൊണ്ട് അവനെ കൊണ്ട് ഇത് ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഇവളെ തന്നെ ചെയ്തു വെച്ചോളം പറയും. അങ്ങനെ അവനും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴാണ് ഇവനെ കാണുന്ന ടോങ് ആണ് ഇന്ന് രാത്രി നമുക്ക് സിനിമയ്ക്ക് പോയാലെന്ന് പറഞ്ഞിട്ട് ഇവനെ വിളിക്കും. അപ്പോഴാണ് അവനും ചെയ്യാനായിട്ട് ഫുഡ് കഴിക്കാനുള്ളതുകൊണ്ട് അവന് വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അതുകൊണ്ട് ഇവളും കുറച്ച് സങ്കടത്തിരിക്കും. അങ്ങനെ അതിനുശേഷം ഇവ രണ്ടുപേരും കൂടെ ഇവിടെ ഫുഡ് ഉണ്ടായി കഴിക്കുമ്പോഴാണ് അവന് ഷോക്കായിട്ട് ഇവളെന്നോട്ടാ കുക്കിംഗ് ഒക്കെ പഠിച്ചും ചെയ്യിക്കും. അപ്പോഴാണ് അവളും കൊച്ചിലെ തന്നെ ഇവളുടെ അച്ഛനമ്മയും മരിച്ചു പോയതുകൊണ്ട് അതിനുശേഷം അമ്മൂമ്മയുടെ കൂടെ ഇവളെ പാചകം ചെയ്ത് ഹെൽപ്പ് ചെയ്തെന്നറിയും. പക്ഷെ ഇവളുടെ ഫേവററ്റ് ഡിഷ് ഇതൊന്നല്ലെന്നറിഞ്ഞ് അവള് വേറെ ഉണ്ടാക്കുന്നില്ല സ്പെഷ്യൽ എന്നറിയും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ ആ സ്പെഷ്യലായിട്ട് ഫുഡ് എനിക്കും കഴിച്ചു നോക്കണം എന്ന് പറഞ്ഞിട്ട് അവന് പിന്നീട് വാങ്ങിക്കാൻ തീരുമാനിക്കും. എന്നിട്ട് അടുത്ത ദിവസം വീണ്ടും യാൻഷങ്ങും ടോങ്ങും കൂടെ പ്രായമായിട്ടുള്ള ആൾക്കാരെല്ലാം സഹായിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് ടോങ് നമുക്ക് ഇനി കറങ്ങാന്ന് പറഞ്ഞ് അവനെ വിളിക്കും. അപ്പോഴാണ് അവനും എനിക്ക് കടയിൽ ചെന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. കാരണം ഇന്ന് അവൻ സ്പെഷ്യലായിട്ട് ഇവൾക്ക് ഫേവററ്റ് ആയിട്ടുള്ള ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി പോയതാ. അതുകൊണ്ട് അവനും എങ്കിൽ പിന്നെ ഇന്നും നീ ഇത് പാചകം ചെയ്തെന്ന് പറഞ്ഞിട്ട് അവളെ കൊണ്ട് ആ ഫുഡ് ഉണ്ടാക്കിപ്പിക്കും. അതിനുശേഷം അവന് സന്തോഷത്തിൽ അതൊക്കെ കഴിച്ചു നോക്കിയിട്ട് ജസ്റ്റ് ഓക്കെ എന്ന് പറഞ്ഞ ഉടനെ ഇവളും ജസ്റ്റ് ഓക്കെയോ എങ്കിൽ പിന്നെ നീ വാങ്ങിച്ചോണ്ടെന്ന് സാധനം കുറവാ, അല്ലെങ്കിൽ ഇത് പൊളിയായിരിക്കും, നീ നല്ല സാധനമാണ് വാങ്ങിച്ചോണ്ടെന്ന് എന്നിന് ഇവള് ചോദിക്കുമ്പം അവന് നല്ല സാധനം ഒന്നും കടയില്ലാതെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഉള്ളതും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്താന്ന് പറയും. അപ്പോഴാണ് അവളും എങ്കിൽ പിന്നെ എനിക്കറിയുന്ന നല്ല സ്ഥലമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൻ ആ സ്ഥലമൊക്കെ കാണിച്ചു കൊടുത്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കാണുന്ന അവനാണ് എങ്കിൽ പിന്നെ കുറെ ഫുഡ് ഈ കടയിൽ നിന്ന് ഓർഡർ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൻ കുറെ സാധനങ്ങൾ ഓർഡർ ചെയ്യും. അങ്ങനെ അവസാനം ഇവളെ തന്നെ പാചകം ചെയ്യാൻ പറയുമ്പം അവളും പേടിച്ചിട്ട് എന്നെ മാത്രം എന്തിനാണ് ഈ പണി ചെയ്യിപ്പിക്കുന്നതെന്ന് അവളും ദേഷ്യപ്പെടും. കാരണം പാചകം ചെയ്യുന്നൊന്നും ഇവളുടെ പണിയല്ല. അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം പതിവ് പോലെ സിയാന് ഷോറൂമിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പോകും. ഇവന് വയസ്സായവരെ സഹായിക്കാൻ വേണ്ടി നിൽക്കും. അപ്പോഴാണ് അവിടെ വേറെ പെൺപിള്ളേരൊക്കെ ഇന്ന് ആദ്യത്തെ സ്നോ വരുവാണ് നമ്മുടെ ഫസ്റ്റ് ലവിന്റെ കൂടെ നിന്ന് അവസാനം ഒന്നിച്ചിരിക്കുമെന്ന് പറഞ്ഞ് അവരൊക്കെ സംസാരിച്ചോണ്ടിരിക്കും. ഇതേക്കുന്ന ടോങ്ങും ഇന്ന് രാത്രി നമുക്ക് ഡിന്നർ അയച്ചാലോന്ന് പറഞ്ഞിട്ട് യാൻഷങ്ങിനെ വിളിക്കുമ്പം അവൻ ഇന്ന് രാത്രി സിയാന്റെ കൂടെ പോകണമെന്ന് പറഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ടോങ്ങും ഈ തവണ ഇവന് വെറുതെ വിടില്ലെന്ന് പറഞ്ഞിട്ട് ഇന്നലെ നമ്മൾ സഹായിക്കുന്ന അവസാന ദിവസം പറഞ്ഞ് എല്ലാവരുടെ കൂടെയും പുറത്ത് ഫുഡ് കഴിക്കാൻ പോകുന്ന പറയും. അങ്ങനെ അതുകൊണ്ട് അവൻ ഇല്ലെന്ന് പറയാൻ പറ്റാതെ അതിന് ഓക്കെ പറയും. കാരണം അവനാണ് ടീം ലീഡർ. അതിനുശേഷം അവനും സിയാന്റെ കൂടെ പുറത്ത് ആ കടയിൽ കഴിക്കാൻ വരാൻ പറഞ്ഞുകൊണ്ട് അവന് വരാൻ താമസിക്കുന്ന പറഞ്ഞ് അവൾക്ക് മെസ്സേജ് ഇടും. അങ്ങനെ വൈകുന്നേരം ഇവളും കുറെ സമയമായിട്ട് യാൻഷയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പം അവിടുത്തെ സ്റ്റാഫും ഇവൾക്ക് ഫുഡ് ഓർഡർ ചെയ്തിട്ടും ചെയ്യിക്കും. അപ്പോഴാണ് അവളും ഒരാളും കൂടെ വരാണ്ടെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യിപ്പിക്കും. അങ്ങനെ കുറെ സമയമായതോടെ അവര് വേറെ ടേബിൾ ഒന്നുമില്ലെന്ന് പറയുമ്പം ഇവളെങ്കിൽ പിന്നെ ഞാൻ പോയി തരാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങും. അങ്ങനെ ഇവിടെ യാൻഷങ്ങും അവരോടെ കഴിച്ചതിന് ശേഷം ഞാനിപ്പോ പോവാന്ന് പറഞ്ഞിട്ട് ടോങ്ങിന് ബായ് പറഞ്ഞ് ഇറങ്ങാൻ വേണ്ടി നോക്കും. പക്ഷെ അവളാണ് നമ്മളിപ്പോ വന്നേ ഉള്ളു, ഇപ്പൊ എഴുന്നേറ്റ് വന്ന് മോശമില്ലെന്ന് പറഞ്ഞിട്ട് അവന് ഫോഴ്സ് ചെയ്തങ്ങ് ഇരുത്തും. അതുകൊണ്ട് അവന് സമയം പോകുന്ന ആലോചിച്ചിട്ട് കുറച്ച് സമയം കൂടെ ഇരിക്കാന്ന് പറഞ്ഞ് അവൻ അവിടെ ധൃതിരിച്ചോണ്ടിരിക്കും. അങ്ങനെ രാത്രി ആയതോടെ സിയാന് വിഷമിച്ച് തിരിച്ച് വീട്ടിലേക്ക് വന്നോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് സ്നോവും വന്നു തുടങ്ങും. അങ്ങനെ അതുകൊണ്ട് അവൾ സന്തോഷത്തിരിക്കുമ്പം കറക്റ്റ് ആ സമയം തന്നെ ഇവളുടെ അടുത്തേക്ക് യാൻഷങ് ഓടിയെത്തും. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം.